നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉടൻ തന്നെ ആരംഭിക്കും എന്ന് ഇതിനോടകം തന്നെ പല സൈനിക മേധാവികളും പറഞ്ഞിട്ടുണ്ട്. കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള പ്രകോപനം ഉണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. പാകിസ്ഥാനിൽ നിന്നുള്ള എണ്ണമറ്റ പ്രകോപനങ്ങൾ ഇതിനടുത്ത സമയത്തായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ചില ചെറിയ പ്രകോപനങ്ങളാണ്. ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റങ്ങളൊക്കെ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യ വളരെ ഫലപ്രദമായി ഇതൊക്കെ പ്രതിരോധിച്ചിട്ടുമുണ്ട്. അങ്ങനെ പ്രതിരോധിച്ചത് കൊണ്ടാണ് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്തത്. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇങ്ങനെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്കുള്ള ഈ നീക്കം അധികം വെച്ച് താമസിപ്പിക്കേണ്ട എന്നാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ POK ഇന്ത്യയുടെ ഭാഗമാക്കി ചേർക്കേണ്ടതുമുണ്ട്. POKയിൽ ഇപ്പോൾ ഭരണമൊന്നുമില്ല. അവിടെ ഒരു അനാർക്കിയൽ സ്റ്റേറ്റ് ആയിട്ടാണ് ഭീകരവാദികളുടെ ട്രെയിനിങ്ങും മറ്റുമൊക്കെയാണ് അവിടെ നടക്കുന്നത്. അത് ഭാരതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഇതേ രീതിയിൽ ഇനി ലോകത്തുണ്ടാകുവാൻ പാടില്ല. ഇങ്ങനൊരു ഭീകരവാദ രാജ്യത്തെ കൊണ്ട് ലോകത്തിന് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ 3 ഖണ്ഡങ്ങളാക്കി മാറ്റിയെടുത്തുകൊണ്ട് അവിടെ മറ്റൊരു രീതിയിലേക്ക് പാകിസ്ഥാനെ മാറ്റിയെടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഭാരതത്തിനുണ്ട്. ഭീകരവാദത്തിനെതിരെ നിരന്തരം പോരാടുന്ന രാജ്യങ്ങൾക്കെല്ലാം തന്നെ അത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഇനി അടുത്ത മെയ് 26 ക്വാഡിൻ്റെയൊക്കെ മീറ്റിംഗ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടക്കുകയാണ്. എന്തായാലും അതിൻ്റെ നീക്കങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ നീക്കം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഭാസ്കരൻ നായർ അജയൻ എന്ന മുൻ സൈനികൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉടൻ ആരംഭിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 നമ്മൾ അഗ്നി 1 മിസൈൽ വീണ്ടും പരീക്ഷിച്ചു. എന്താണ് കാരണം എന്നറിയാമോ എൻ്റെ പ്രിയപ്പെട്ടവരെ? ഇന്ത്യ വലിയൊരു തയ്യാറെടുപ്പിലാണ്. ഇന്നലെ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിന് കീഴിൽ ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് ഇന്ത്യ അഗ്നി 1 മിസൈൽ വീണ്ടും വിജയകരമായി പരീക്ഷണം നടത്തി. എന്തുകൊണ്ടാണ് ഈ പരീക്ഷണം? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ തന്ത്രപരമായ പ്രതിരോധ ഘടന കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയത്. അത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ, പ്രവർത്തന സന്നദ്ധത, മിസൈലുകൾ എപ്പോൾ വേണമെങ്കിലും വിന്യസിക്കാൻ സജ്ജമാണെന്നും അത് കൈകാര്യം ചെയ്യുന്ന സൈനികർക്ക് കൃത്യമായ പരിശീലനമുണ്ടെന്നും ഉറപ്പുവരുത്തുക, സാങ്കേതികമായ വിശ്വാസ്യത, വിക്ഷേപണ ശേഷി, കൃത്യത, പേലോഡ് ഡെലിവറി എന്നിവയിൽ മിസൈലിന് കൃത്യത പുലർത്തുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുക, വിശ്വസനീയമായ മിനിമം പ്രതിരോധം എന്ന ഇന്ത്യയുടെ ആണവ നയത്തെ ഈ പരീക്ഷണങ്ങൾ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. വേഗതയുടെയും കൃത്യതയുടെയും റോഡ് റെയിൽ മാർഗങ്ങളിലൂടെയും എളുപ്പത്തിൽ കൊണ്ടുപോകാനും നിമിഷങ്ങൾക്കുള്ളിൽ ശത്രുവിനെ ലക്ഷ്യം വയ്ക്കുവാനും അഗ്നി 1 മിസൈലിന് സാധിക്കുകയും ചെയ്യും. ഡിറ്ററൻസ് എന്നാൽ വെറും ആയുധങ്ങൾ കൈവശം വയ്ക്കുക എന്നതല്ല. അത് ആവശ്യമായ ഘട്ടത്തിൽ വളരെ കൃത്യമായി പ്രവർത്തിക്കുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നത് കൂടിയാണ്. വായിച്ചല്ലോ, ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അഗ്നി 1ൻ്റെ ദൂരപരിധി 700 മുതൽ 1200 കിലോമീറ്റർ വരെയാണ്. നമ്മുടെ കയ്യിൽ അഗ്നി 6 മിസൈൽ പരീക്ഷണത്തിനായി തയ്യാറായിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ദൂരപരിധി 12,000 കിലോമീറ്ററാണ്. ശബ്ദത്തേക്കാൾ 24 മടങ്ങ് വേഗതയുണ്ട്. എന്ന് വച്ചാൽ മണിക്കൂറിൽ 29,400 കിലോമീറ്റർ വേഗത. ഒരു റഡാറിലും നമ്മുടെ ഈ ചക്കരക്കുട്ടനായ അഗ്നി 6നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കൂടാതെ MIRV ശേഷി വെച്ച് പറഞ്ഞാൽ ഓരോ മിസൈലിനും 10 മുതൽ 12 വരെ വ്യത്യസ്ത ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാൻ കഴിയും. ഇത്രയും വലിയ ഒരു പൊളപ്പൻ സാധനം നമ്മുടെ കൈവശം എല്ലാ പണിയും കഴിഞ്ഞ് പരീക്ഷണത്തിനായി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ വീട്ടിൽ തട്ടിൻപുറത്ത് പൊടിപിടിച്ച് തുരുമ്പ് പിടിച്ച് കിടന്ന പഴയ ഉറുമി രാഗി വെച്ച് തേച്ചുമിനുക്കി എടുക്കുന്നത് എന്തിന്? അതിൻ്റെ ഉത്തരമാണ് പറയാൻ പോകുന്നത്. അഗ്നി 1ൻ്റെ റേഞ്ച് 700 മുതൽ 1200 കിലോമീറ്റർ വരെയാണ്. ഈ അഗ്നി 1 പാകിസ്ഥാൻ്റെ മുക്കും മൂലയും വരെ കവർ ചെയ്യും. എന്നാൽ ഒരു പ്രദേശം ഒഴികെ. അത് ഏത് പ്രദേശമാണ് എന്നറിയാമോ? ബലൂചിസ്ഥാൻ അഗ്നി 1ൻ്റെ ദൂരപരിധിയിൽ വരുന്നില്ല. എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉടൻ ഉണ്ടാകുമെന്നും പാകിസ്ഥാനിലൂടെ ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം നടപ്പിലാക്കാമെന്ന് ചിന്തിക്കുന്ന ഭ്രാന്തൻ ചെന്നായ്ക്കളുടെ ഗുദദ്വാരം ഭേദിച്ചുകൊണ്ട് അഗ്നി 1 ചീറിപ്പായും എന്ന് അർത്ഥം. ഇത് ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ഭാരതത്തിൻ്റെ നിർണായകമായ ഈ അഗ്നി 2.0 ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം അത്രമേൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ എണ്ണമറ്റ
പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഭാരതം ഈ അടുത്ത സമയത്ത് നടത്തിയ പരീക്ഷണങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഭാരതം ഏതൊക്കെ തരത്തിലാണ് ആയുധ സന്നാഹങ്ങൾ സജ്ജമാക്കുന്നത് എന്നൊക്കെ നോക്കിയാൽ തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാകും എത്രമാത്രം കൃത്യതയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നെന്ന്. എന്തായാലും ഉടൻ തന്നെ അഗ്നി 2.0 ആരംഭിക്കുകയും പാകിസ്ഥാൻ ശിഥിലമാവുകയും ചെയ്യുന്ന കാഴ്ച ലോകത്തിന് കാണേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.